അടുത്തതായിട്ട് ഞാൻ പറയാൻ പോകുന്നത് പലർക്കും സ്റ്റോൺ കംപ്ലൈൻറ്റ് അല്ലെങ്കിൽ റീനൽ കാൽക്കുലി എന്നുള്ള ഒരു അസുഖം ബാധിക്കുന്നുണ്ട്. പെട്ടെന്ന് ഒരു ദിവസം അതിഭയങ്കരമായ വയറുവേദന, നടുവുവേദന, മൂത്രമൊഴിക്കണം എന്നുള്ള തോന്നൽ, ടോയ്ലറ്റ് പോകണം എന്നുള്ള തോന്നൽ, ഇങ്ങനെ എല്ലാം ഉണ്ടാക്കിയാണ് ഈ സ്റ്റോൺ ഉണ്ടാകുമ്പോൾ പലരിലും വേദനകൾ ഉണ്ടാകുന്നത്. സ്റ്റോൺ പലർക്കും കിഡ്നിയിൽ ഉണ്ടായി വേദനകൾ വരാം. ചിലപ്പോൾ ആ കിഡ്നിയിൽ നിന്ന് കുറേശ്ശെ അത് ചെറിയ സ്റ്റോണുകളാണെങ്കിൽ താളവട്ടി ഇറങ്ങി ബ്ലാഡറിൽ വന്ന് വേദനകൾ ഉണ്ടാക്കാം. ഈ സ്റ്റോൺ കംപ്ലൈൻറ്റ് വരാൻ പ്രധാന കാരണം നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളിലൂടെ കിട്ടുന്ന ചില ഓക്സലേറ്റ്, കാൽഷ്യം ഇവകളെല്ലാം നമ്മുടെ കിഡ്നിയിൽ അലിഞ്ഞു കൂടി അത് ചെറിയ തരിയായിട്ട് മണൽ പോലെ സ്റ്റോണിൻ്റെ രീതിയിൽ മാറുന്നുണ്ട്. ഇത് 1 സെൻറ്റിമീറ്റർ, 2 സെൻറ്റിമീറ്റർ, 1 മില്ലിമീറ്റർ, 2 മില്ലിമീറ്റർ, 4 മില്ലിമീറ്റർ ഇങ്ങനെ കുറേശ്ശെ വലിപ്പം കൂടി വരുന്നുണ്ട്. ഇത്തരം ആൾക്കാരിൽ ചെയ്യേണ്ടത് ധാരാളം വെള്ളം കുടിക്കുക. അപ്പോൾ ഇതുപോലെ കൂടുതൽ സ്റ്റോൺ, കാൽസ്യം, ഓക്സലേറ്റും കാൽസ്യവും അലിഞ്ഞു കൂടാതെ വരുന്ന വെള്ളം മുഴുവതും ഇതിലൂടെ ഫ്ലഷ് ഔട്ടാവും. അത് ബ്ലാഡറിൽ വന്ന് യൂറിനിൽ കൂടെ പുറത്തു പോകും. 10 mm വരെ വലിപ്പമുള്ള സ്റ്റോൺ ആണെങ്കിൽ അത് പോകാൻ കുറച്ച് ബുദ്ധിമുട്ടാവും. അത് ഇറങ്ങി വരാൻ നമ്മുടെ കിഡ്നിയിൽ നിന്ന് ബ്ലാഡറിൽ വരാനുള്ള ആ കുഴലുടെ വലിപ്പം 10 മില്ലിമീറ്ററിന് താഴെയാണ്. അപ്പോൾ അസഹ്യമായ വേദന, ചിലപ്പോൾ ബ്ലഡ് പോകും എന്നീ കാരണങ്ങളൊക്കെ ഉണ്ടാവാം. ഈ സ്റ്റോണ് അല്ലെങ്കിൽ റീനൽ കാൽക്കുലി മാറ്റുവാൻ സിദ്ധയിൽ ചില നല്ല മരുന്നുകൾ ഉണ്ട്. നണ്ടുക്കൽ ഭസ്മം, നണ്ടുക്കൽ എന്നുള്ള ഒരു ഡ്രഗുണ്ട്. അതൊരു കല്ല് പോലെ ആയിരിക്കും, അത് കാണാൻ നണ്ടിൻ്റെ ഷേപ്പിലാണുള്ളത്. പിന്നെ ഉള്ളത് പിണ്ണാക്കല ഇലക്കറി എന്ന് അറിയപ്പെടുന്ന നമ്മുടെ ബലിപ്പുല്ല്, നമ്മുടെ ബലിയിടാൻ പോകുമ്പോൾ ഉപയോഗിക്കുന്ന ഒരു ചെടിയാണ്, വെള്ളപ്പൂവുള്ള ഒരു ചെടിയാണ് പിണ്ണാക്ക് ഇലക്കറി, അല്ലെങ്കിൽ ചെറുവിള എന്നും പറയും. ഈ പ്ലാന്റ് ധാരാളം നമ്മുടെ ഇവിടെ കിട്ടുന്നുണ്ട്. അതെടുത്ത് ചതച്ച് ഉണക്കി വച്ചിട്ട് ദിവസം വെള്ളത്തിലിട്ട് തിളപ്പിച്ച് കുടിക്കുകയാണെങ്കിൽ ഈ സ്റ്റോൺ അവിടെ അലിയില്ല. അത് എളുപ്പത്തിൽ തന്നെ മൂത്രത്തിലൂടെ പുറത്തു പോകും. അപ്പോൾ ഈ ബലിപ്പുല്ല് അല്ലെങ്കിൽ പിണ്ണാക്കിലക്കറി, അതുമല്ലെങ്കിൽ ചെറുവിള, എല്ലാം ഒന്നാണ്. ഇത് ധാരാളം നമ്മുടെ ഭക്ഷണത്തിൽ ഉപയോഗിക്കുക. ഇത് വളരെ നല്ല ഒരു മരുന്നാണ്. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ നണ്ടുക്കൽ, കൽനാർ എന്നുള്ള ഒരു ഭസ്മമുണ്ട് സിദ്ധയിൽ. ഇത് വളരെ എഫക്റ്റീവാണ്. കൽനാർ ഭസ്മം, നണ്ടുക്കൽ ഭസ്മം, ഈ ബലിപ്പുല്ല്, ഇതെല്ലാം നമ്മുടെ ഭക്ഷണത്തിൽ ഭാഗമായിട്ട് തന്നെ ചേർക്കാം. സ്റ്റോൺ കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ ഇതിന് തക്കതായ പെയിൻ കില്ലർ, അതിനും ചില മരുന്നുകൾ ഉണ്ട്, അത് കഴിക്കാവുന്നതാണ്. പിന്നെ പാൽ ഉൽപ്പന്നങ്ങൾ കഴിയുന്നത് ഇതിന് ഒഴിവാക്കാനാണ് ഞാൻ പറയുന്നത്. കാരണം ഞങ്ങളെ ശാസ്ത്രത്തിൽ തന്നെ പറയുന്നുണ്ട്, നമ്മുടെ പാലിൽ ധാരാളം കാൽഷ്യമുണ്ട്. ധാരാളം പാൽ കുടിക്കുന്നവർക്ക് ചിലപ്പോൾ ഇതുപോലെ കിഡ്നിയിലും അത് കടന്നിട്ട് ബ്ലാഡറിലും ഈ സ്റ്റോണുകൾ കൂടുതൽ കടന്നു പോകാനും അത് അലിയാതെ അവിടെ കിടക്കുവാനും സാധ്യതയുണ്ട്. അപ്പോൾ മിൽക്ക് പ്രോഡക്റ്റ് കഴിയുന്നതും സ്റ്റോൺ കംപ്ലൈൻറ്റ് അല്ലെങ്കിൽ റീനൽ കൊലിക്കുള്ളവർ ഒഴിവാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. പിന്നെ വെള്ളം ധാരാളം കുടിക്കുക. ധാരാളം വെള്ളം കുടിക്കുമ്പോൾ ധാരാളം യൂറിൻ പോകുമ്പോൾ അവിടെ അലിഞ്ഞുകൂടിയിരിക്കുന്ന ഈ ചെറിയ മണൽത്തരി പോലത്തെ സ്റ്റോണുകൾ അതിലേ കൂടെ പുറത്ത് ഓരോ സമയത്തും പുറത്ത് പൊക്കൊള്ളും. അതിനകത്ത് സെഡിമെൻ്റ് ആവാതെ നമ്മൾ ശ്രദ്ധിക്കുക. അതിന് ധാരാളം വെള്ളം കുടിക്കുക.